Because he lives, I can face. യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു പദമുണ്ട്, ഇവൻ പാപികളോടുകൂടെ. അങ്ങനെ ഒരു പദം കേട്ടിട്ടില്ല? അവൻ പാപികളോട് കൂടെ ഇരിക്കുന്നു, പാപികളുടെ കൂടെ കഴിക്കുന്നു, പാപികളുമായിട്ട് അവന് ബന്ധം. ഞാൻ ചോദിക്കട്ടെ, യേശു പരിശുദ്ധന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഈ ലോകം എന്തായേനെ? ഞാൻ പറയാം, യേശുവിന്റെ മനസ്സാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ കേട്ടതോ പഠിച്ചതോ നമ്മുടെ മാതാപിതാക്കൾ തുടരുന്നത് കൊണ്ടല്ല നമുക്കുണ്ടാകുന്നത്. വ്യക്തിപരമായി യേശുവിനെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ഹല്ലേലൂയ യേശുവുമായിട്ട് ബന്ധം സ്ഥാപിക്കണം. ഹല്ലേലൂയ. ആ ബന്ധമാണ് നമ്മൾ ശരിക്കും നല്ല മനുഷ്യനാക്കുന്നത്. നല്ല ജോലിയുള്ളത് കൊണ്ട് നാം നല്ല മനുഷ്യനല്ല, നല്ല സാമ്പത്തികമുള്ളത് കൊണ്ട് നാം നല്ല മനുഷ്യനല്ല, നല്ല ജീവിത ചുറ്റുപാടുള്ളത് കൊണ്ട് നാം നല്ല മനുഷ്യനല്ല, മറിച്ച് നല്ല മനസ്സിന്റെ ഉടയവനാകുമ്പോഴാണ് ആമേൻ ഹല്ലേലൂയ നമ്മൾ ആരാകുന്നത്? നല്ല മനുഷ്യനാകുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും ഒരു കാര്യം ചിന്തിക്കണം. എന്റെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ യേശു എന്ന ഹല്ലേലൂയ ബന്ധം ജീവശ്വാസം പോലെ ഞാനും യേശുവും തമ്മിൽ ചേർന്നിരിക്കണം. ഹല്ലേലൂയ. കേട്ടതോ പറഞ്ഞു തന്നതോ കൊണ്ടല്ല, മറിച്ച് ഞാൻ വ്യക്തിപരമായി യേശു ആരെന്നറിയണം. ഹല്ലേലൂയ. യേശുവെ കുറിച്ച് നമ്മൾ വ്യക്തിപരമായി ബന്ധമുണ്ടായി കഴിഞ്ഞാൽ, ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരുപക്ഷെ ഭാവിയെ ചൊല്ലി ഒരു ഭയം പോലും ഉണ്ടാകത്തില്ല. നാളെയെ കുറിച്ചൊരു ഭയം ഉണ്ടാകത്തില്ല. എന്ത് തിന്നും, എന്ത് കുടിക്കും, എവിടെ താമസിക്കും, എന്ത് ജോലി കിട്ടും, ഇതൊന്നും നമ്മളെ അലട്ടത്തില്ല. കാരണം വചനം പറയുന്നു, നമ്മുടെ ഭാവി അവന്റെ കയ്യിൽ സുരക്ഷിതം. ഹല്ലേലൂയ.